നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. ഐക്യരാഷ്ട്രസഭ ഈ നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏറെ അകലെയെന്നും സുരക്ഷാ സമിതിയിൽ പരിഷ്കാരം അനിവാര്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഇരട്ടത്താപ്പ് കാട്ടരുതെന്നും ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിൽ മോദി. SIR നടപടികളിൽ BLOമാർക്ക് സമയപരിധി അടിച്ചേൽപ്പിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. ജില്ലകളിലെ സാഹചര്യം അനുസരിച്ച് സമയപരിധി ജില്ലാ കളക്ടർമാർക്ക് തീരുമാനിക്കാം. SIR നടപടികളിൽ വീഴ്ച വരുത്തിയതിന് ഉത്തർപ്രദേശിൽ 60 BLOമാർക്കെതിരെ കേസ്. നാളെ വൈകിട്ട് 3 മണിവരെ പത്രിക പിൻവലിക്കാത്ത കോൺഗ്രസ് വിമതർ പാർട്ടിക്ക് പുറത്തെന്ന് കെ മുരളീധരൻ. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ CPM ഏരിയ സെക്രട്ടറിക്ക് CPM നേതാവിന്റെ വധഭീഷണി. പഞ്ചാബ് തലസ്ഥാനമായ ചണ്ഡീഗഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. സംസ്ഥാന വിരുദ്ധ നടപടിയെന്ന് പഞ്ചാബിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ. ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ നീക്കം. അന്തിമ തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ചെങ്കോട്ട ആക്രമണത്തിന്റെ ആസൂത്രണത്തിനിടെ ഭീകരവാദികൾ തമ്മിൽ തർക്കമുണ്ടായെന്ന കണ്ടെത്തൽ. ഉമർ നബി ഇടപെട്ടുവെന്നും ജമ്മുകശ്മീരിലെ ഖാസിഗുണ്ടിൽ ഉമറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നുവെന്നും അന്വേഷണ സംഘം. ഉത്തരാഖണ്ഡിലെ അൽമോറയിൽ വൻ സ്ഫോടക ശേഖരം കണ്ടെത്തി. പിടികൂടിയത് 161 ജലാറ്റിസ്റ്റിക് അടക്കം 20 കിലോ സ്ഫോടക വസ്തുക്കൾ. കുവൈത്തിൽ വിദേശികളുടെ താമസ നിയമത്തിൽ പുതിയ ഭേദഗതി. ഉത്തരവ് പുറപ്പെടുവിച്ച് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ്. സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്ന പ്രത്യേക വിഭാഗങ്ങൾക്ക് സ്ഥിരം താമസ രേഖയിലേക്ക് മാറ്റാൻ അനുമതി. കാഴ്ചപരിമിതരുടെ വനിതാ T20 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ നേപ്പാളിനെ 7 വിക്കറ്റിന് തകർത്തു. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 489 റൺസിന് പുറത്ത്. സെനൂരൻ മുത്തുസ്വാമിക്ക് സെഞ്ചുറി. കുൽദീപ് യാദവിന് 4 വിക്കറ്റ്. ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ KL രാഹുൽ നയിക്കും. പന്ത് വൈസ് ക്യാപ്റ്റൻ. രോഹിത്തും കോഹ്ലിയും ടീമിൽ. ഐക്യരാഷ്ട്രസഭ ഈ നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏറെ അകലെയെന്നും സുരക്ഷാ സമിതിയിൽ പരിഷ്കാരം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഇരട്ടത്താപ്പ് കാട്ടരുതെന്നും ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിൽ മോദി പറഞ്ഞു. ലോക സുരക്ഷയ്ക്ക് യുദ്ധമല്ല വേണ്ടതെന്നും ചർച്ചയും നയതന്ത്രവുമാണ് ആവശ്യമെന്നും ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ കൊണ്ടുവരുന്നത് സമവായത്തിലൂടെയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. ലോക സുരക്ഷയ്ക്ക് യുദ്ധമല്ല വേണ്ടതെന്നും ചർച്ചയും നയതന്ത്രവുമാണ് ആവശ്യമെന്നും ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല. എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് ഭീകരവാദത്തെയും യുവാക്കളെ മതമൗലികവാദികളാക്കാനുള്ള നീക്കത്തെയും നേരിടണം ും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബ്രിക്സിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ കൊണ്ടുവരുന്നത് സമവായത്തിലൂടെയാകണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ബ്രിക്സ് ഉച്ചകോടിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. G20 ഉച്ചകോടിയുടെ ഭാഗമായി ജോഹന്നാസ്ബർഗിൽ നടന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാംഫോസ എന്നിവർ പങ്കെടുത്തു. ബ്രിക്സ് ഉച്ചകോടിക്കായി റഷ്യയിലെ കസാനിൽ ഇന്നലെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ശേഷം ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. യുക്രൈനുമായുള്ള സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് മോദി പുടിനോട് ആവശ്യപ്പെട്ടത്. സ്വീകരണം ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളെ അഭിവാദ്യം ചെയ്യുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. SIR നടപടികളിൽ BLOമാർക്ക് സമയപരിധി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. ജില്ലകളിലെ സാഹചര്യം അനുസരിച്ച് ടാർഗറ്റ് ജില്ലാ കളക്ടർമാർക്ക് തീരുമാനിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്ക വേണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. SIR എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രതികരണം. എത്രയും നേരത്തെ ലഭിക്കുന്നുവോ അത്രയും കുറ്റമറ്റതാക്കാൻ സാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും
വേറെ ഭരണഘടനാ സ്ഥാപനങ്ങളാണെന്നും രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ 2 സ്ഥാപനങ്ങൾക്കും അധികാരമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ജോലികൾ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തീർക്കുന്നതിൽ വീഴ്ച വരുത്തിയ BLOമാർക്കെതിരെ കേസ്. നോയിഡയിലെ 60 BLOമാർക്കെതിരെയും 7 സൂപ്പർവൈസർമാർക്കെതിരെയുമാണ് നോയിഡ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 32 പ്രകാരമാണ് കേസെടുത്തത്. കേരളത്തിലും ഗുജറാത്തിലും പശ്ചിമ ബംഗാളിലും അടക്കം BLOമാർ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ജീവനൊടുക്കിയ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഈ നടപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ മത്സരരംഗത്തുള്ളത് ആകെ 98,451 സ്ഥാനാർത്ഥികളാണ്. 2,261 പത്രികകൾ തള്ളിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തള്ളിയത് 527 പത്രികകളാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് വയനാടാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിവരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന സമയത്തിനു ശേഷം റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാലാ ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. സ്ഥാനാർത്ഥിയുടെ പേര്, വിലാസം, അനുവദിച്ച ചിഹ്നം എന്നിവയാണ് പട്ടികയിലുണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിനുള്ളിലെ വിമതർക്ക് മുന്നറിയിപ്പുമായി കെ മുരളീധരൻ. പത്രിക പിൻവലിക്കാൻ നാളെ വൈകുന്നേരം 3 മണിവരെ സമയമുണ്ട്. അതിനുശേഷം അവർ വിമതരല്ല, പാർട്ടിക്ക് പുറത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുറത്താക്കുന്നവരെ പിന്നെ തിരിച്ചെടുക്കുമെന്ന പ്രതീക്ഷ വേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് UDF സ്ഥാനാർത്ഥികളിൽ 3 മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഓഫീസ് നേതാക്കൾ താഴിട്ട് പൂട്ടി. ഫർണിച്ചറുകൾ ഉൾപ്പെടെ എടുത്തുമാറ്റിയാണ് ഓഫീസ് പൂട്ടിയത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹനീഫിന്റെ നേതൃത്വത്തിലാണ് പൂട്ടിയത്. ഉറപ്പായും വിജയിക്കുന്ന 3 സീറ്റുകളിൽ 1 കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസിന് നൽകിയിരുന്നു. ഇത്തവണ 3 ലീഗിന് വിട്ടു നൽകിയതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ട് ആഴ്ചകളായി. ഇത് സംബന്ധിച്ച് DCC പ്രസിഡന്റിനെ അടക്കം പരാതി അറിയിച്ചിട്ടും നേതൃത്വം ഇടപെടാത്തതിനെ തുടർന്നാണ് മഞ്ചേശ്വരത്തെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടിയത്. മുസ്ലിം ലീഗിന് മഞ്ചേശ്വരത്ത് കൂടുതൽ പ്രാതിനിധ്യം നൽകുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഓഫീസിന്റെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് മഞ്ചേശ്വരത്തെ കോൺഗ്രസ് നേതൃത്വം. ശരിയായ തിരഞ്ഞെടുപ്പ് നടന്നാലുള്ള പരാജയ ഭീതി കൊണ്ട് പലയിടത്തും ദുസ്വാധീനവും കുതന്ത്രവും നടത്തുന്ന CPMന്റെ ശ്രമം വിജയിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. മലപ്പട്ടത്ത് ഒരു ഒപ്പിന്റെ പേരിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതും തിരുവനന്തപുരത്ത് വൈഷ്ണയുടെ കാര്യവും ഇതിന്റെ തെളിവാണെന്ന് സണ്ണി ജോസഫ് കൊല്ലത്ത് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥികൾക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ പിടിയിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ നടന്നുവരുന്നതിനിടെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് സോഷ്യൽ മീഡിയ വഴി അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയത്. ചെങ്ങന്നൂർ സ്വദേശി രാജേഷ് C. ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ മൊബൈൽ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ ഫേസ്ബുക്ക് ലൈവ് വഴി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ സ്ത്രീത്വത്തിന് അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അശ്ലീല പദപ്രയോഗങ്ങളും നടത്തുകയായിരുന്നു. ഇടുക്കിയിൽ കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ സീറ്റ് വെട്ടി CPM. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിലാണ് CPM അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത്. ഇതോടെ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്തിനെയായിരുന്നു. ഇതോടെ ജയകൃഷ്ണൻ വീടുകൾ കയറി പ്രചരണവും ആരംഭിച്ചു. ഫ്ലെക്സുകളും പോസ്റ്ററുകളും അടിച്ചിറക്കി. പിന്നാലെ മുന്നണി സ്ഥാനാർത്ഥിയായി നടയം വാർഡിൽ CPM അപ്രതീക്ഷിതമായി TM മുജീബിനെ കളത്തിലിറക്കി.
ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രാദേശിക നേതൃത്വവും വെട്ടിലായി. പ്രചരണം നടത്തിയ വാർഡിൽ തന്നെ മത്സരിക്കുമെന്ന് ജയകൃഷ്ണൻ പുതിയടത്ത് വ്യക്തമാക്കി. 4-ാം വാർഡ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ പുതിയടത്താണെന്ന് പരസ്യമായി പറഞ്ഞത് CPMന്റെ സൈബർ സഹാക്കളാണ്. അത് കഴിഞ്ഞ് ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 10-12 ദിവസമായി വീട് കയറുകയും ഇന്ന് നോമിനേഷന്റെ കാര്യം പറയാൻ വേണ്ടി എല്ലാ വീട് സന്ദർശിക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ആകസ്മികമായി എനിക്ക് ഈ സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഇടവെട്ടി പഞ്ചായത്തിൽ 2 വാർഡുകളിലാണ് കാലങ്ങളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ചു വന്നത്. മുന്നണി ചർച്ചകളിൽ കേരള കോൺഗ്രസ് എം 2 സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് CPM സ്ഥാനാർത്ഥി മുജീബ് പറയുന്നത്. ഞങ്ങളുടെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പം ഞങ്ങൾ 14 സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരും കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരും CPIയുടെ ഈ പഞ്ചായത്തിലെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചിരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു തർക്കവുമില്ല. CPM അന്തിമഘട്ടത്തിൽ സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് എമ്മിൽ പ്രാദേശികമായി എതിർപ്പുയർന്നിട്ടുണ്ട്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടാതെ BJPയും കോൺഗ്രസും വാർഡിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ CPM ഏരിയ സെക്രട്ടറിക്ക് CPM നേതാവിന്റെ വധഭീഷണി. പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ CPM മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. CPM അഗളി ലോക്കൽ സെക്രട്ടറി N ജംഷീറാണ് രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയുമെന്നും പാർട്ടിക്കെതിരെ മത്സരിച്ചാൽ കൊല്ലേണ്ടി വരുമെന്നുമാണ് ഭീഷണി. അതേസമയം CPM നേതാവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു ഭീഷണി ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നേതാക്കൾ ജാഗ്രതയോടെ സംസാരിക്കണമെന്നും സുരേഷ് ബാബു പറഞ്ഞു. പഞ്ചാബ് തലസ്ഥാനമായ ചണ്ഡീഗഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. സംസ്ഥാന വിരുദ്ധ നടപടിയെന്ന പഞ്ചാബിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞു. ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കും. ആർട്ടിക്കിൾ 240 കീഴിൽ ചണ്ഡീഗഡിനെ കൊണ്ടുവരാനാണ് നീക്കം. ഇതോടെ ചണ്ഡീഗഡിന്റെ ഭരണം രാഷ്ട്രപതിക്ക് കീഴിലാകും. ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുവാനും സാധിക്കും. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ഹരിയാന പുതിയ തലസ്ഥാനം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സാഹചര്യത്തിലാണ് പഞ്ചാബിന്റെ നിയന്ത്രണത്തിലുള്ള ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയത്. ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും എതിർപ്പും മറികടന്ന് ഭരണഘടനാ ഭേദഗതിയുടെ തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചുള്ള ബിൽ അവതരിപ്പിക്കും. ഭരണഘടനയുടെ 131ാം ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 240 കീഴിൽ ചണ്ഡീഗഡിനെ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതോടെ ചണ്ഡീഗഡ് ആദ്യം രാഷ്ട്രപതി ഭരണത്തിലേക്കും പിന്നീട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണത്തിലേക്കും മാറും. നിലവിൽ പഞ്ചാബ് ഗവർണറാണ് ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്ററെങ്കിലും പാർലമെന്റ് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ദാമൻ ഡ്യൂ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയിലേക്ക് ചണ്ഡീഗഡ് എത്തും. 1984 മുതലാണ് പഞ്ചാബ് ഗവർണർ ചണ്ഡീഗഡ് നിയന്ത്രണം ഏറ്റെടുത്തു തുടങ്ങിയത്. ഇതിനെല്ലാം അവസാനമിട്ടുകൊണ്ടാണ് കേന്ദ്രത്തിന് നേരിട്ട് ഭരിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പോകുന്നത്. കേന്ദ്ര നീക്കം സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കേന്ദ്ര സർക്കാർ നീക്കം മുന്നോട്ടു പോകുന്നതിനിടെ പഞ്ചാബിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഛാക്കർ രംഗത്തെത്തി. ചണ്ഡീഗഡ് പഞ്ചാബിന്റെ അവിഭാജ്യ ഘടകമാണെന്നും കേന്ദ്രവുമായി സംസാരിച്ച് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചണ്ഡീഗഡിനെ 240ാം അനുച്ഛേദത്തിന് കീഴിലാക്കുന്നത് പരിഗണനയിൽ മാത്രമെന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേന്ദ്ര നീക്കത്തിനെതിരെ പഞ്ചാബ് രംഗത്തെത്തിയതോടെയാണ് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക എക്സ്പോസ്റ്റിലൂടെ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ചണ്ഡീഗഡിലെ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്താനോ പഞ്ചാബുമായോ ഹരിയാനയുമായോ ഉള്ള പരമ്പരാഗത ബന്ധത്തിൽ വ്യതിയാനമുണ്ടാക്കാനോ ഈ നിർദ്ദേശം ലക്ഷ്യമിടുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രഭരണ പ്രദേശത്തിനായി നിയമനിർമ്മാണ പ്രക്രിയ ലളിതമാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം പറഞ്ഞു. ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭീകരവാദികൾ തമ്മിൽ ആശയപരമായ തർക്കങ്ങൾ ഉണ്ടായെന്ന വിവരം. ഒമർ നബി ഇടപെട്ട് ഇത് പരിഹരിച്ചുവെന്നും ജമ്മു കശ്മീരിലെ ഖാസിഗുണ്ടിൽ ഉമറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രാദേശിക സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഭീകരവാദികൾക്കിടയിൽ തർക്കങ്ങളുണ്ടായിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത്.
വൈറ്റ് കോളർ ടെറർ മോഡ്യൂളിൽ ഉൾപ്പെട്ട ആദിൽ അഹമ്മദ് റാത്തോറിന്റെ വിവാഹ സൽക്കാരത്തിൽ നിന്നും ഒമർ നബി വിട്ടുനിന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കൃത്യമായ ഏകോപനത്തിലൂടെ വലിയ ആക്രമണ പദ്ധതി നടക്കാതെ പോയത് ഈ തർക്കങ്ങളുടെ ഫലമായാണെന്നാണ് അന്വേഷണ ഏജൻസി വിലയിരുത്തുന്നത്. എന്നാൽ ഇത്തരം തർക്കങ്ങൾക്ക് പിന്നാലെ ഒക്ടോബർ 18-ന് ഖാസിഗുണ്ടിൽ ഒമർ നബിയുടെ നേതൃത്വത്തിൽ ഭീകരർ യോഗം ചേർന്നുവെന്നും ഇതിൽ അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളിൽ നിന്നുള്ളവർ പങ്കെടുത്തുവെന്നും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. IS-ഉമായും ആശയവിനിമയം നടത്തിയതായാണ് ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നത്. രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയെങ്കിലും ആശയപരമായ ഭിന്നതകൾ വിലങ്ങുതടിയായി എന്നാണ് വിലയിരുത്തൽ. ഈ ഭിന്നത തന്നെയാണ് വൈറ്റ് കോളർ ടെറർ മോഡ്യൂളിൽപ്പെടുന്ന ഭീകരവാദികളുടെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷേ ഇത്തരം ആശയഭിന്നതകൾ ഇല്ലായിരുന്നുവെങ്കിൽ രാജ്യം ഭീകരാക്രമണത്തിന് സാക്ഷിയാകേണ്ടി വരുമായിരുന്നു. അതേസമയം ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായി മുന്നോട്ടു പോവുകയാണ്. ഫരീദാബാദിന് പുറമെ കാൺപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജമ്മുവിൽ നിന്ന് എത്തിപ്പഠിച്ച വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് താഴ്വരയിൽ പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പിടികൂടിയ ഇലക്ട്രീഷ്യനിൽ നിന്നും ഒമർ നബി ഉൾപ്പെടെയുള്ളവർക്ക് സഹായം നൽകിയ മറ്റുള്ളവരെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ പിടികൂടുന്നതിനൊപ്പം ഇത്തരം സംഘടനകളുടെ തുടർ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസികളുടെ ലക്ഷ്യം. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കി SIT. അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ആറന്മുളയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലാണ് പാസ്പോർട്ട് പിടിച്ചെടുത്തത്. അതേസമയം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും ഒപ്പമുണ്ടോ എന്നറിയാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ആറന്മുളയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലാണ് പാസ്പോർട്ട് പിടിച്ചെടുത്തത്. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടത്തും. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് എക്കാലവും ഭക്തർക്കൊപ്പമാണെന്നും കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരിക. ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചു, മന്ത്രിമാരറിയാതെ ഇത് നടക്കില്ല. അത്രയും വലിയൊരു കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ കാലത്തും ഏത് മതത്തിൻ്റെ ആണെങ്കിലും ഭക്തരോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനും UDFനും ഉള്ളത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നാളെ അപേക്ഷ നൽകും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്നും ലഭിച്ച സാമ്പിളുകളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തുടർന്നുള്ള അറസ്റ്റുകളിലേക്ക് SIT നീങ്ങുക. ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രേഖകളിൽ തുടർ പരിശോധനകൾ നടക്കുകയാണ്. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N. വിജയകുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന്റെ സാക്ഷിമൊഴിയും SIT ശേഖരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈത്തിൽ വിദേശികളുടെ താമസ നിയമത്തിൽ പുതിയ ഭേദഗതികൾ ചേർത്തുകൊണ്ട് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്ന പ്രത്യേക വിഭാഗങ്ങൾക്ക് സ്ഥിരതാമസം രേഖയിലേക്ക് മാറ്റുന്നതിനുള്ള അനുമതിയാണ് ഇതിൽ പ്രധാനം. ഇത് പ്രകാരം മാതാപിതാക്കളുടെയോ മക്കളുടെയോ സ്പോൺസർഷിപ്പിൽ കുടുംബ സന്ദർശക വിസയിലെത്തുന്ന മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്ക് കുടുംബ വിസയിലേക്ക് താമസരേഖ മാറ്റാൻ അനുമതി നൽകും. എന്നാൽ കുടുംബ വിസ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി ഉൾപ്പെടെയുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനായി ബാധകമായിരിക്കും. അതുപോലെ സർക്കാർ ക്ഷണപ്രകാരം സന്ദർശക വിസയിൽ ജോലിക്കെത്തുന്ന യൂണിവേഴ്സിറ്റി ബിരുദമോ സാങ്കേതിക യോഗ്യതയോ ഉള്ളവർക്കും സ്ഥിരതാമസ വിസയിലേക്ക് മാറ്റാൻ അനുമതി ഉണ്ടായിരിക്കും. സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഗാർഹിക തൊഴിലാളി വിസയിലേക്കും വിസ മാറ്റാം. വർക്ക് എൻട്രി വിസയിലെത്തി വിസ സ്റ്റാമ്പിംഗ് നടപടികൾ ആരംഭിച്ച ശേഷം താൽക്കാലികമായി രാജ്യം വിട്ടവർ 1 മാസത്തിനകം സന്ദർശക വിസയിൽ രാജ്യത്ത് തിരിച്ചെത്തിയാൽ അവർക്കും വിസ മാറ്റം അനുവദിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക എന്ന ആഹ്വാനത്തോടെ 1 മാസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റൺ നടന്നു. 3 ലക്ഷത്തിലേറെ പേരാണ് കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത്. 30 ദിവസം 30 മിനിറ്റ് വ്യായാമം എന്നതാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ പ്രമേയം. ദുബായിലെ പ്രശസ്തമായ ഷെയ്ഖ് സായിദ് റോഡ് നീലക്കടലായി മാറിയ ദിവസമായിരുന്നു ഇന്ന്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റണ്ണിൽ പങ്കെടുത്തത് 3,07,000 പേരാണ്. UAE വിവിധ എമിറേറ്റുകളിൽ നിന്നെത്തിയ സ്വദേശികളും പ്രവാസികളും ദുബായ് സന്ദർശകരുമൊക്കെ ദുബായ് റണ്ണിന്റെ ഭാഗമായി.
ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് റണ്ണിൽ പങ്കെടുത്തവരെ അഭിനന്ദിച്ചു. ഷെയ്ഖ് ഹംദാന്റെ നിർദ്ദേശപ്രകാരമാണ് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുന്നത്. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക എന്ന ആഹ്വാനത്തോടെ നടക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ 7ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. 30 ദിവസം 30 മിനിറ്റ് വ്യായാമം എന്നതാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ പ്രമേയം. ദുബായ് റണ്ണിന്റെ ഭാഗമായി പുലർച്ചെ 3 മണി മുതൽ 10 മണി വരെ നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, ദുബായ്. ഒമാനിൽ തൊഴിലാളി നിയമം സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സർക്കാർ മേൽനോട്ടത്തിലുള്ള പുതിയ സംവിധാനം വരുന്നു. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അസോസിയേഷൻ ഓഫ് എക്സ്പാട്രിയേറ്റ് വർക്കർ റിക്രൂട്ട്മെന്റ് ഓഫീസേഴ്സ് എന്ന പേരിലുള്ള സംവിധാനം വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കും. വിദേശത്തു നിന്നുള്ള തൊഴിലാളി നിയമം സംബന്ധിച്ചുള്ള നടപടികൾ ഏകോപിപ്പിക്കുക, പരാതികളില്ലാതെ സുതാര്യമായ നിയമന നടപടികൾ ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് പ്രധാന ചുമതലകൾ. സിവിൽ അസോസിയേഷൻ നിയമപ്രകാരം രൂപീകരിച്ച ഈ അസോസിയേഷൻ ഒമാനിനകത്തും പുറത്തുമുള്ള സർക്കാർ സ്ഥാപനങ്ങളുമായി റിക്രൂട്ട്മെന്റ് നയങ്ങൾ ഏകോപിപ്പിക്കും. ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഓഫീസുകളെ അധികാരികൾക്ക് മുന്നിൽ പ്രതിനിധീകരിക്കുന്നതും ഈ അസോസിയേഷൻ ആയിരിക്കും. ഇന്ത്യയിൽ നിന്നും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യക്കാരനിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നം പിടിച്ചെടുത്തു. ടെർമിനൽ 4 വഴി രാജ്യത്തേക്ക് പ്രവേശിച്ച ഇയാളിൽ നിന്നും 16 കിലോ തൂക്കമുള്ള നിരോധിത പുകയില ഉൽപ്പന്നമാണ് പിടിച്ചെടുത്തത്. വിമാനത്താവളത്തിലെ ജനറൽ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് ഇവ പിടിച്ചെടുത്തത്. വലിയ സൂട്ട് കേസുകളിലൊന്നിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവ. എക്സ്റേ സ്കാനറുകൾ വഴിയുള്ള പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഇപ്പോൾ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇന്ത്യക്കാരുടെ പേരിൽ ചുമത്തുന്നത്. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും വിദേശികളും അടക്കമുള്ള 1.1 കോടിയിലേറെ ജീവനക്കാരുടെ തൊഴിൽ കരാറുകൾ സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലെ കിവ പ്ലാറ്റ്ഫോമിൽ ഡോക്യുമെന്റ് ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ ഒരുപോലെ ഉറപ്പുവരുത്താനും തൊഴിൽ തർക്കങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് മന്ത്രാലയം തൊഴിൽ കരാർ പ്രാമാണീകരണം നടപ്പാക്കുന്നത്. കുവൈറ്റിൽ 8 ലക്ഷം പ്രമേഹ രോഗികളുള്ളതായി റിപ്പോർട്ട്. ഗൾഫ് മേഖലയിൽ ഏറ്റവും അധികം പ്രമേഹ രോഗികൾ കുവൈറ്റിലാണെന്നും പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ വലീദ് അൽ ദാഹി വ്യക്തമാക്കി. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റ് ഡയബറ്റോളജി അസോസിയേഷൻ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പതിവായി പാലിക്കേണ്ടതിന്റെയും പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. നിരവധി സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടത്തിയ ഈ വർഷത്തെ ബോധവൽക്കരണ പരിപാടികളിൽ വിപുലമായ യുവജന പങ്കാളിത്തമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ ആകെ ജനസംഖ്യ 48 ലക്ഷമാണ്. സൗദിയിൽ നാടുകടത്തൽ നടപടികൾ പൂർത്തിയാക്കുന്നതും പ്രതീക്ഷിച്ച് 30,000-ലേറെ നിയമലംഘകർ സൗദിയുടെ വിവിധ പ്രവിശ്യകളിലെ ഡിപ്പോർട്ടേഷൻ സെന്ററുകളിൽ കഴിയുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യവ്യാപകമായി സുരക്ഷാ വകുപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകൾക്കിടെ പിടിയിലായ 30,055 നിയമലംഘകരാണ് നാടുകടത്തൽ നടപടികൾ പൂർത്തിയാക്കുന്നത് പ്രതീക്ഷിച്ച് ഡിപ്പോർട്ടേഷൻ സെന്ററുകളിൽ കഴിയുന്നത്. ഇവരിൽ 28,469 പേർ പുരുഷന്മാരും 1,586 പേർ വനിതകളുമാണ്. കുവൈറ്റിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അഹമ്മദി ഡൽഹി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ മഹോത്സവം സംഘടിപ്പിച്ചു. പഞ്ചവാദ്യത്തിന്റെ താളത്തിനോടൊപ്പം ഫോക്ക് വനിതാ വേദി അംഗങ്ങളുടെ താലപ്പൊലി പരിപാടിക്ക് വർണ്ണാഭമായ തുടക്കമേകി. കണ്ണൂർ മഹോത്സവം 2025 ഔപചാരിക ഉദ്ഘാടനം ഇന്ത്യൻ സ്ഥാനപതി ശ്രീമതി പർമിത ത്രിപാഠി നിർവഹിച്ചു. കുവൈറ്റിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും സംസ്കാര പാരമ്പര്യവും പുതിയ തലമുറയിലേക്ക് പകരുന്നതോടൊപ്പം മാനുഷിക മൂല്യങ്ങൾ ചേർത്തുപിടിക്കുന്ന ഫോക്കിന്റെ പ്രവർത്തനങ്ങളെ സ്ഥാനപതി പ്രത്യേകം പ്രശംസിച്ചു. ഫോക്ക് പ്രസിഡന്റ് ലിജീഷ് പി അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് UK സ്വാഗതവും പ്രോഗ്രാം ജനറൽ കൺവീനർ സുജേഷ് PM നന്ദിയും പറഞ്ഞു. ദൃശ്യമാധ്യമ രംഗത്തെ മികവുറ്റ സംഭാവനകൾക്ക് 18ാമത് ഗോൾഡൻ ഫോക്ക് അവാർഡ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകയായ മാധു സജിക്ക് നൽകി ആദരിച്ചു. പ്രശസ്ത പിന്നണി ഗായകരായ സയനോര ഫിലിപ്പ്, അഞ്ജു ജോസഫ്, ബൽറാം ശ്രീനാഥ് എന്നിവർ ചേർന്ന് ഒരുക്കിയ സംഗീത വിരുന്ന സദസ്സിനെ ആവേശഭരിതമാക്കി. ഫോക്ക് വനിതാവേദിയും ബാലവേദിയും ചേർന്ന് അവതരിപ്പിച്ച നൃത്തസന്ധ്യയും കാണികൾക്ക് നയന വിസ്മയമൊരുക്കി.
ഒനൈസ KMCCയുടെ 35-ാം വാർഷികാഘോഷം വൈബ് 2025 എന്ന പേരിൽ വൻ ജനപങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനം സൗദി KMCC നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങോട് ഉദ്ഘാടനം ചെയ്തു. വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും വേണമെന്ന് അഷ്റഫ് ആവശ്യപ്പെട്ടു. മൂസ TP മോങ്ങം അധ്യക്ഷനായ പരിപാടിയിൽ ജംഷീർ മങ്കട വിഷയാവതരണം നടത്തി. നിരവധി പ്രമുഖർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു. തുടർന്ന് നാട്ടിൽ നിന്ന് വന്ന സജീർ, താര രഞ്ജിത്ത്, സന ബദർ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ഇഷൽ നൈറ്റ് അരങ്ങേറി. രൂപയുടെ മൂല്യത്തിലുണ്ടായ റെക്കോർഡ് ഇടിവ് നേട്ടമാക്കാനുള്ള ശ്രമത്തിലാണ് ഗൾഫ് പ്രവാസികൾ. രാജ്യാന്തര നിരക്ക് ഒരു UAE ദിർഹത്തിന് 24 ദിർഹം 40 പൈസ എന്ന നിലയിലാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ധനവിനിമയ സ്ഥാപനങ്ങളിൽ 24 രൂപ 26 പൈസയ്ക്ക് വരെ വിനിമയം നടന്നു. സേവന നിരക്ക് ഈടാക്കാത്തതോ രാജ്യാന്തര നിരക്ക് ഏതാണ്ട് പൂർണ്ണമായോ ലഭിക്കുന്ന മണി എക്സ്ചേഞ്ച് മൊബൈൽ ആപ്പുകൾ വഴി പണം അയക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മൂല്യത്തകർച്ച ഡിസംബർ വരെയും തുടർന്നേക്കുമെന്നാണ് സൂചന. ഖത്തർ റിയാൽ 24 രൂപ 61 പൈസ, സൗദി റിയാൽ 23 രൂപ 89 പൈസ, ഒമാൻ റിയാൽ 233 രൂപ 19 പൈസ, ബഹ്റിൻ ദിനാർ 237 രൂപ 83 പൈസ, കുവൈറ്റ് ദിനാർ 291 രൂപ 86 പൈസ എന്നിങ്ങനെയാണ് രാജ്യാന്തര വിനിമയ നിരക്ക്. ജിദ്ദയിലെ സ്വരലയ കലാവേദി സംഘടിപ്പിച്ച സംഗീത സന്ധ്യ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സംവിധായകൻ ഷാഫി എപ്പിക്കാട് പ്രതിഭാശാലികളെ സ്വീകരിച്ചു. നാസർ മോങ്ങം, കമറുദ്ദീൻ, മുംതാസ്, ആയിഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഗാനസന്ധ്യ അരങ്ങേറി. കബീർ കൊണ്ടോട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. EK ബാദുഷ അധ്യക്ഷത വഹിച്ചു. നാസർ മോങ്ങം, ഷാജി എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് സ്വരലയ കലാവേദിക്ക് EK ബാദുഷ ചെയർമാനും കൺവീനറായി നാസർ മോങ്ങം എന്നിവരെ തിരഞ്ഞെടുത്തു. ഷാജി, കമറുദ്ദീൻ, കിഷോർ എന്നിവർ സഹഭാരവാഹികളുമായി. തിരക്ക് നിയന്ത്രിച്ചതോടുകൂടി ശബരിമലയിൽ അവധി ദിനത്തിലും അയ്യപ്പ ഭക്തർക്ക് സുഖദർശനം. 10 മണിവരെ 80,000-ഓളം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിക്ക് നല്ലമ്പാളയം മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഭക്തിനിർഭരമായ സ്വീകരണം. പൂർണ്ണകുംഭം നൽകിയാണ് സ്വാമിയെ ഭക്തർ സ്വീകരിച്ചത്. ചിന്തയിലും വാക്കിലും നന്മ പ്രകടമാക്കാൻ ശ്രമിക്കണമെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ സ്വാമി പറഞ്ഞു. ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയെ കോയമ്പത്തൂർ നല്ലമ്പാളയം മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഭക്തിനിർഭരമായാണ് സ്വീകരിച്ചത്. പൂർണ്ണകുംഭം നൽകി ആചാരപരമായാണ് സ്വാമിയെ ഭക്തർ വരവേറ്റത്. മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി നിഖിലേശാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി സർവാമൃത ചൈതന്യ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ചിന്തയിലും വാക്കിലും നന്മ പ്രകടമാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ സ്വാമി പറഞ്ഞു. ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് സ്വജീവിതത്തിൽ ധർമ്മം പുലർത്താൻ നമ്മൾ ശ്രമിച്ചാൽ അത് രാഷ്ട്രത്തിന് വലിയ ഗുണം ചെയ്യുമെന്നും സ്വാമി ഓർമ്മപ്പെടുത്തി. വരുന്ന മകരമാസത്തിൽ ഭാരതപ്പുഴ തീരത്ത് തിരുനാവായിയിൽ മാഘമഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കുംഭമേള വലിയ വിജയമാക്കാൻ എല്ലാവരും യജ്ഞഭാവേന പ്രവർത്തിക്കണമെന്നും സ്വാമി ആഹ്വാനം ചെയ്തു. ജനുവരി 18 തൊട്ട് മാഘപൂർണിമ വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും സന്യാസിമാരുടെ കൂടെയുള്ള സ്നാനവും അർച്ചനകളും സത്സംഗങ്ങളും ഹോമങ്ങളും യാഗങ്ങളും എല്ലാം കൂടിച്ചേർന്ന് നടക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മളൊരു മഹാസംസ്കൃതിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അതിൽ നിങ്ങളുടെ ഏവരുടെയും എല്ലാ തരത്തിലുള്ള പങ്കാളിത്തം കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചിന്തയിലും വാക്കിലും ഈ ഒരു പോസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളിലും അത് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത നമ്മളെയും പ്രവർത്തിപ്പിക്കും, ചുറ്റുമുള്ളതിനെയും പ്രവർത്തിപ്പിക്കും. അമൃത ന്യൂസ്, കോയമ്പത്തൂർ. നിത്യജീവിതത്തിൽ ഭഗവത്ഗീതയുടെ പ്രസക്തിയെക്കുറിച്ച് തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഏകദിന ആധ്യാത്മിക ശില്പശാല നടന്നു. സ്വാമി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി, യുവരാജ് ഗോകുൽ, ആത്മാനന്ദ് എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗീത നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ഗീതായനം 2025 സംഘടിപ്പിച്ചു. സ്വാമി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി, പൊതുപ്രവർത്തകൻ യുവരാജ് ഗോകുൽ,
എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. ഭഗവത്ഗീത കൂടുതൽ മനസ്സിലാക്കി ഗീതയുടെ സന്ദേശങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ലളിതമായ മാർഗങ്ങളാണ് ചെങ്കോട്ടുകോണം ആശ്രമത്തിലെ സ്വാമി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി പകർന്നു നൽകിയത്. ഭഗവത്ഗീത സൂചിപ്പിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന് കർമ്മയോഗം, പിന്നൊന്ന് ഭക്തിയോഗം, ഇനി ഒന്ന് ജ്ഞാനയോഗം. ഇത്രമാത്രം നമ്മൾ സാമാന്യമായി ആ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുക. ഭഗവത്ഗീത നിത്യജീവിതത്തിൽ, അതാണ് ഇവിടെ സബ്ജക്റ്റ്. നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഉള്ളിലുള്ളതേ പുറത്തുള്ളൂ, പുറത്തുള്ളതേ ഉള്ളിലുമുള്ളൂ. പുറവും ഉള്ളും എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. യു ആർ എ യൂണിറ്റ് ഓഫ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ ഒരു യൂണിറ്റാണ് നിങ്ങൾ. ഗീത എന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്ന് യുവരാജ് ഗോകുൽ അഭിപ്രായപ്പെട്ടു. ഗീത എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിനെ അതുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ശാസ്ത്രം വളരുന്നത് എപ്പോഴും മൂല്യബോധമുള്ള ജനങ്ങൾക്കിടയിലാണ്. മൂല്യബോധമില്ലാത്ത അരാജകവാദികളുടെ സമൂഹത്തിൽ ശാസ്ത്രം വളരില്ല. ബാലപ്രഭാഷകനായ ആത്മാനന്ദിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഐക്യം, ഗുരുശിഷ്യ ബന്ധം ഒരു ഹൃദയലയനം. നമ്മുടെ ഹൃദയങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് സത്യത്തിലുള്ള ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓം സഹനാവത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ആ തത്വം നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറയ്ക്കാനും പിന്നെ ഗുരു പറയുന്നത് എന്തും അനുസരിച്ച് മുന്നേറാനും സാധിക്കുന്നു. ഭക്തിസാന്ദ്രമായ വചനയും നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാഴ്ചപരിമിതരുടെ വനിതാ T20 ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. കൊളംബോയിൽ നടന്ന കിരീട പോരാട്ടത്തിൽ നേപ്പാളിനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ കിരീടം നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എടുത്തപ്പോൾ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ വനിതകൾ ലക്ഷ്യം കണ്ടു. ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അമേരിക്ക, നേപ്പാൾ തുടങ്ങിയ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യയുടെ നേട്ടം. ഫൈനലിൽ ഇന്ത്യയ്ക്കായി ഫൂല സറീൻ 27 പന്തിൽ 44 റൺസ് അടിച്ച് ടോപ്പ് സ്കോററായി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. കഴുത്തിന് പരിക്കേറ്റ ചികിത്സയിലുള്ള ശുഭ്മാൻ ഗില്ലിന് പകരം KL രാഹുലാണ് ടീമിനെ നയിക്കുക. ഋഷഭ് പന്ത് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തി. പന്താണ് വൈസ് ക്യാപ്റ്റൻ. രോഹിത്തും കോഹ്ലിയും ടീമിലുണ്ട്. രവീന്ദ്ര ജഡേജയും ഋതുരാജ് ഗെയ്ക്വാദും തിലക് വർമ്മയും ടീമിൽ ഇടം നേടി. യശസ്വി ജയ്സ്വാളും തിരിച്ചെത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ഏകദിനം നവംബർ 30-ന് റാഞ്ചിയിൽ നടക്കും. രണ്ടാമത്തേതും മൂന്നാമത്തേതും മത്സരങ്ങൾ ഡിസംബർ 3-നും 6-നും റായ്പൂരിലും വിശാഖപട്ടണത്തുമാണ്. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ 1-ാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 489 റൺസിന് പുറത്ത്. 7-മതിറങ്ങിയ സെനുരൻ മുത്തുസ്വാമിയുടെ ഗംഭീര പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. മുത്തുസ്വാമി കരിയറിലെ കന്നി സെഞ്ചുറി കരസ്ഥമാക്കി. ഓൾറൗണ്ടർ കോർബിൻ ബോഷിന് പകരക്കാരനായിട്ടായിരുന്നു മുത്തുസ്വാമി ഈ മത്സരത്തിനിറങ്ങിയത്. മാർക്കോ യാൻസൺ സെഞ്ചുറിയുടെ അടുത്തെത്തിയെങ്കിലും കുൽദീപ് യാദവിന്റെ പന്തിൽ പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി കുൽദീപ് യാദവ് 4 വിക്കറ്റുകൾ വീഴ്ത്തി. 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ ഇപ്പോൾ 9 റൺസ് എടുത്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.